ഓ മനുഷ്യ, നിനക്കൊരൽപ്പം ചിന്തിച്ചുകൂടെ? പണമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ? അധികാരമുള്ളത് കൊണ്ട് ഐശ്വര്യമുണ്ടോ? ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് വലിയ എസ്റ്റേറ്റുകളുണ്ട്, ഒരുപാട് വലിയ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ സമാധാനം അദ്ദേഹത്തിന്റെ മനസ്സിന് അല്ലാഹ് തീരെ കൊടുത്തിട്ടില്ല. ടെൻഷൻ ടെൻഷൻ തന്നെ. നമ്മൾ കാണുന്നില്ലേ വലിയ വലിയ ചില പണക്കാര്, സുബ്ഹാനല്ലാഹ്, ഭാര്യയുമായി പിണക്കത്തിലാണ്. വേറെ ചില ആളുകൾ മക്കളെ കൂട്ടത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മകനാണ്. വേറൊന്ന് സുബ്ഹാനല്ലാഹ്, മക്കളെ കൂട്ടത്തിൽ ഒന്ന് തീരെ മന്ദബുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹ് കൊടുത്താൽ, അല്ലാഹ് കാക്കട്ടെ, വല്ല പരീക്ഷണവും റബ്ബങ്ങ് കൊടുത്താൽ മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാൻ വല്ലതും വേണ്ടതുണ്ടോ സഹോദരന്മാരെ? ഇനി വലിയ പണക്കാരനായിട്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന ഒരു ഇറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന പണക്കാരില്ലേ? പലപ്പോഴും വലിയ ഭരണാധികാരിയായിട്ട് ഓരോ സെക്കൻഡിലും എന്റെ തലയിൽ ബോംബ് വന്ന് വീഴുമോ, തീവ്രവാദി ആക്രമിക്കുമോ എന്ന പേടിയും കൊണ്ട് വിറച്ചുകൊണ്ട് ഉറക്കം വരാത്ത ഭരണാധികാരികളില്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കയ്യും പിടിച്ച് പറഞ്ഞ വാചകത്തിൽ രണ്ടാമത്തേത്, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹ് നിനക്ക് സംശയിച്ച് തന്നതിൽ നീ തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചോ. അമിതമായി സമ്പാദ്യത്തിന്റെ മോഹം വേണ്ട. കിട്ടിയത് വളരെ വലുതാണെന്ന് നീ അങ്ങ് ചിന്തിച്ചോ. ഇത്രയൊന്നും കിട്ടാത്ത ധാരാളം ആളുകളില്ലേ? എനിക്ക് അല്ലാഹു തആല ഇത്രയും തന്നിട്ടില്ലേ? ഇതും ഇല്ലാത്ത ധാരാളം ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്, ഓരോ സെക്കൻഡിലും വേദന കടിച്ചിറക്കുന്നവരില്ലേ? ഓരോ സെക്കൻഡിലും മരിച്ചു കിട്ടിയാൽ തരക്കേടില്ലെന്ന് ആലോചിക്കുന്നവരില്ലേ? കിടപ്പറയില്ലാത്തവരില്ലേ? റോട്ടിൽ വെച്ച് ജീവിതം നയിക്കുന്നവരില്ലേ? മാനസിക രോഗിയായി റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് പാതിരക്ക് നടക്കുന്നവരില്ലേ? അല്ലാഹ് എനിക്ക് തന്നതൊക്കെ വലിയ നിഅമത്തല്ലേ? വറള ബിമാ ഖസമല്ലാഹു ലക്. അല്ലാഹ് നിനക്ക് സംശയിച്ചു എന്നതിൽ നീ തൃപ്തിപ്പെട്ടോ. തകുൻ അഗ്നന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനാകാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് പറഞ്ഞില്ലേ സഹോദരന്മാരെ? എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് പിന്നീട് പറഞ്ഞ കാര്യം എന്താണ്? മറ്റൊരു കാര്യം പറഞ്ഞത്, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം. എന്നാൽ തകുൻ മുസ്ലിമാ, അപ്പോൾ നീ ഒരു മുസ്ലിമാകും. അപ്പോഴാ നീ ഒരു മുസ്ലിമാകുന്നത്. അത് ഇസ്ലാമാണ്, അത് ഈമാനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വലാ തുക്സിരിൽ ളിഹ്ക. ഓ അബൂ ഹുറൈറ, നീ ചിരി വർദ്ധിപ്പിക്കണ്ട. ഫഇന്ന കസറത്തുൽ ളിഹ്കി തുമീതുൽ ഖൽബ. കൂടുതൽ ചിരിക്കുന്നത് മനസ്സിനെ നിർജീവമാക്കി കളയും. മനസ്സെപ്പോഴും അല്ലാഹുവിലുള്ള ചിന്തയിൽ സജീവമാകണം. മനസ്സെപ്പോഴും ദിക്റിലും ഔറാദിലും സജീവമാകണം. മനസ്സെപ്പോഴും എന്റെ രഹസ്യം റബ്ബ് അറിയുന്നു, എന്റെ പരസ്യം റബ്ബ് അറിയുന്നു, എന്നെ റബ്ബ് നിയന്ത്രിക്കുന്നു, എനിക്ക് റബ്ബ് നൽകുന്നു. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. ആ റബ്ബിലേക്ക് തിരിഞ്ഞൊരു മനസ്സ് വേണമല്ലോ. ആ മനസ്സ് സജീവമായി കിട്ടാൻ നീ ചിരി വർദ്ധിപ്പിക്കരുത് കേട്ടോ. ചിരി വർദ്ധിപ്പിക്കുന്നത് നിന്റെ മനസ്സിനെ നിർജീവമാക്കും കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു കൊടുത്ത ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഓ സഹോദരന്മാരെ, ജീവിക്കുന്ന കാലം എത്രയാണെന്നതിനെ കുറിച്ച് ഒരറിവുമില്ലാത്ത ഞാനും നിങ്ങളും, എപ്പോൾ വിളിച്ചാലും പോകേണ്ട ഞാനും നിങ്ങളും, പോകാൻ ഒരുങ്ങി ജീവിക്കാൻ തയ്യാറായാൽ അതാണ് കേട്ടോ ബുദ്ധി, അതാണ് കേട്ടോ വിവേകം, അതാണ് കേട്ടോ ചിന്ത. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ വന്നിട്ട് പറഞ്ഞില്ലേ, ഓ നബിയേ, ഇൽനി വ ഔജിസ്, ഇൽനി വ ഔജിസ്. തങ്ങൾ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം. വഔജിസ്, അതൊന്ന് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യമാ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത്, ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത ബുവദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്,
അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇശാ നിസ്കരിക്കുമ്പോ കരുതണം, ഞാൻ സുബ്ഹിക്കുണ്ടാകണമെന്നില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകാം. അങ്ങനെ നീ ഓരോ നിസ്കാരവും നിർവഹിക്കുമ്പോ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. പിന്നീട് അവിടുന്ന് പറഞ്ഞു, മോനെ നീ വലാ തകല്ലം ബികലാമിൻ തഅ്ദുറു മിൻഹു ഗദൻ. നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ, പടച്ചവനെ ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാനങ്ങനെ ചിന്തിച്ചു പോയതാണ്, ഞാൻ അറിയാതെ പെട്ടുപോയതാണ്, ഞാൻ അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് നാളെ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സംസാരവും നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചു പോകണ്ട. സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് സംസാരിച്ചോ. നീ അറിയാത്തതൊന്നും പറയാൻ പോകണ്ട, ആവശ്യമില്ലാത്തതിലൊന്നും കടക്കാനും പോകണ്ട. നീ സംസാരം ശ്രദ്ധിച്ചു. മറ്റൊരു കാര്യം പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നീ ആശ വെച്ച് കൂടണ്ട. ജനങ്ങളെ കയ്യിൽ കൊടുത്തവൻ അള്ളയാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. നിന്റെ പ്രതീക്ഷ അള്ളാഹുവിൽ അർപ്പിച്ചോ. ജനങ്ങളെ കയ്യിലുള്ളത് ഇങ്ങ് കിട്ടണമെന്ന് നിന്റെ മനസ്സിൽ മറ്റൊരാളെ കയ്യിലുള്ളതിൽ ആശ വെച്ച് കൂടണ്ട. നീ ജനങ്ങളെ കയ്യിലുള്ളതിൽ നിരാശനായിക്കോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവറുകളോട് എന്റെ മനസ്സിൽ വലിയ മതിപ്പുണ്ടാക്കിയ, വളരെ സ്നേഹമുളവാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഉസ്താദ് അവറുകളുടെ അടുക്കൽ വെച്ച് ഓതി പഠിക്കുമ്പോൾ മുതഅല്ലിമീങ്ങളായ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാളോട് തൽക്കാലം പെന്നില്ലാത്തത് കൊണ്ട് പെന്ന് വാങ്ങിയിട്ട് ആ പെന്ന് കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പെന്ന് വേഗം തിരിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോ ഈ പെന്ന് എഴുതാൻ നല്ല സുഖണ്ട് എന്ന് പറയാൻ പാടില്ല. ഈ പെന്ന് എഴുതാൻ നല്ല സുഖമുള്ള പെന്ന് എന്ന് പറയാൻ പാടില്ല. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉസ്താദ് പറഞ്ഞു, കാരണം അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ഇത് എനിക്ക് തരുമോ എന്നാണ്. ഈ പെന്ന് എനിക്ക് തരുമോ എന്ന് ഉള്ളിലൂടെ ഒരു യാചനയാണത്. അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് ആ പെണ്ണ് തന്നതിന് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണം. ജസാക്കല്ലാഹു ഖൈറ, നിനക്ക് അല്ലാഹു ഖൈർ തരട്ടെ എന്ന് പറയാം. നേരെ മറിച്ച് ഈ പെണ്ണ് ഏതാ നല്ല സുഖണ്ട് എന്ന് ഒരു മുസ്ലിയാർ പറഞ്ഞാൽ അതിന്റെ മാന ആ പെണ്ണ് മുസ്ലിയാർക്ക് കിട്ടുമോ എന്നൊരു യാചനയാണ് എന്ന് ഉസ്താദ് വസിയ്യത്ത് ചെയ്തു. ഞാൻ ഓർക്കുക, ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, കുറെ ദിവസം ഞങ്ങൾ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ ഞാനും ഉസ്താദ് ഒന്നായി പോകുന്ന ഒരു കാലം. അങ്ങനെ പോയി പലപ്പോഴും ചിലപ്പോഴും അത് ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ട്. രാത്രി കാരണം കഴിക്കാൻ പോകാൻ പറ്റൂല. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ 5-10 ദിവസമായിട്ട് എന്റെ കൂടെ അങ്ങനെ ഒന്ന് പ്രസംഗിച്ചല്ലോ, നിനക്കൊന്നും കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പിന്നീട് കിട്ടും, ഇപ്പോഴൊന്നും അത് അങ്ങനെ ഒരു വിഷയം നീ ആലോചിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്തും പോയി വഅദ് പറഞ്ഞാൽ ആ വഅദ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഹദിയായിട്ട് വല്ലതും തന്നാൽ ആ തന്നത് എത്രയാണെന്ന് എണ്ണി നോക്കാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കിയിട്ടില്ല, നീയും എണ്ണി നോക്കാൻ പാടില്ല. എന്താണ്? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വല്ലതും തന്നത് കുറവാണെങ്കിൽ പിന്നെ അവിടെ ക്ഷണിച്ചാൽ പോവാൻ മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് പണ്ടിനെ എണ്ണി നോക്കാൻ പാടില്ല. സഹോദരന്മാരെ, ഈ താഴ്ന്ന ദുനിയാവിനെ പൂജിക്കുന്നതിന് പകരം മുന്തിയ ജീവിതത്തെ മനസ്സിൽ കണ്ട് ജീവിക്കണം. അതേസമയം ഒരു മനുഷ്യന്റെ കൈവശത്തിൽ പണമുണ്ടാകുന്നതിൽ തെറ്റില്ല, എത്ര ഉണ്ടാകുന്നതിലും തെറ്റില്ല. പക്ഷേ അത് ഹലാലാകണം.